വഖഫ് വിഷയത്തിൽ വിശ്വാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും രാഷ്ട്രീയ താൽപര്യങ്ങൾ മുൻനിർത്തിയുള്ള ഇടപെടലുകളിൽ നിന്ന് പിന്മാറണമെന്നും സമസ്ത കാന്തപുരം വിഭാഗം. കേന്ദ്ര സർക്കാരിന്റെ വഖഫ് ഭേദഗതി നിയമം വിശ്വാസി സമൂഹത്തിന്റെ താൽപര്യങ്ങളെ ഹനിക്കുന്നതും ഭരണഘടന നൽകുന്ന അവകാശങ്ങളെ ഇല്ലാതാക്കുന്നതുമാണ്. വഖഫ് ഭേദഗതി നിയമം ഭരണഘടനാപരമായ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നും SYS. കോഴിക്കോട് KP കേശവമേനോൻ ഹാളിലാണ് വഖഫ് ചർച്ചാ സംഗമം നടന്നത്. വഖഫ് സ്വത്തുക്കൾ മുസ്ലിം സമൂഹത്തിന്റെ മതപരവും സാമൂഹികവുമായ അവകാശങ്ങളുടെ ഭാഗമാണ്. മുസ്ലിം സമുദായത്തിന്റെ അർഹമായ അധികാരങ്ങൾ എടുത്തുകളയുന്ന വഖഫ് ഭേദഗതി നിയമത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നും ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നും SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി എളമരം പറഞ്ഞു. ഇപ്പോൾ 2025 കൊണ്ടുവന്ന വഖഫ് ഭേദഗതി ബില്ല് എന്ന് പറയുന്നത് അത് സമ്പൂർണമായും വഖഫിനെ എങ്ങനെയൊക്കെ കയ്യേറ്റം ചെയ്യാൻ പറ്റുമോ അതിന് പറ്റുന്ന എല്ലാ പഴുതുകളും വെച്ചുകൊണ്ടുള്ള ഒരു പരിഷ്കരണമാണ്. കേരളത്തിലെ നിലവിലെ വഖഫ് ബോർഡിനെ രാഷ്ട്രീയ താൽപര്യങ്ങളുടെ പേരിൽ അസാധുവാക്കാൻ നടത്തുന്ന നീക്കങ്ങൾ അന്യായമാണെന്നും ചർച്ചാ സംഗമം അഭിപ്രായപ്പെട്ടു. നിയമപരമായ തെരഞ്ഞെടുക്കപ്പെട്ട സംവിധാനങ്ങളെ രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടി പിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് അസ്ഥിരതയും അരക്ഷിതത്വവും വിളിച്ചു വരുത്തും. അവ തെറ്റായ കീഴ്വഴക്കങ്ങളും അനാവശ്യ വിവാദങ്ങളും സൃഷ്ടിക്കും. അതിനാൽ ഇത്തരം ശ്രമങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്മാറണമെന്ന് SYS ആവശ്യപ്പെട്ടു. SYS സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഷീദ് സഖാഫി മെരുവമ്പായി അധ്യക്ഷത വഹിച്ചു. സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. കൈരളി ന്യൂസ്, കോഴിക്കോട്.